കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയെന്ന സംശയം. അരയത്തുംചാൽ സ്വദേശി ഫായിസാണ് പോലീസിന്റെ പിടിയിലായത്. പരിശോധനയ്ക്കായി ഫായിസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിൽ ബഹളം വെച്ചതിന് പിന്നാലെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി വ്യാപക ലഹരിവേട്ട. കോഴിക്കോട് കോവൂരിൽ 58 ഗ്രാം MDMAയുമായി ലഹരി വിൽപ്പന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ. കൊല്ലത്ത് വേദനസംഹാരി ഗുളികകളുമായി യുവാവ് പിടിയിൽ. മലപ്പുറത്ത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി വേങ്ങര സ്വദേശി അറസ്റ്റിൽ. കോട്ടയത്ത് പോലീസിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. 6 പേർ കസ്റ്റഡി. ആശാസമരത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യമെന്ന MV ഗോവിന്ദൻ മാസ്റ്റർ. സമരം എന്താണെന്ന് ലക്ഷ്യം വെക്കുന്നതെന്നതിൽ CPIMന് ധാരണയുണ്ട്. ആശാസമരത്തെ സർക്കാർ വിരുദ്ധ സമരമാക്കുന്നു. സമരം നടത്തുന്നത് SUCIയും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും. വീണ ജോർജ് ഡൽഹിയിൽ പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനല്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ഡൽഹി സന്ദർശനത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്നലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. തന്നെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന് വിമർശനം. വീണ ജോർജുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. അനുവാദം ലഭിച്ചാൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. ആശാപ്രവർത്തകരുടെ സമരം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് VD സതീശൻ. സമരക്കാർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് മന്ത്രി MP രാജേഷ്. ആശമാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്നും മറുപടി. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പാ വിനിയോഗത്തിന് സമയപരിധി നീട്ടി. കേന്ദ്ര സർക്കാർ നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. സമയപരിധി നീട്ടിയത് ഡിസംബർ 31 വരെ. തിങ്കളാഴ്ചക്കകം കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുക്കാനും നിർദ്ദേശം. കർണാടകയിൽ ആളിക്കത്തി ഹണി ട്രാപ്പ് വിവാദം. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ 48 MLAമാർ തേൻകെടിയിൽ. കർണാടക നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. 18 BJP MLAമാരെ സസ്പെൻഡ് ചെയ്തു സ്പീക്കർ. കർണാടക ഹണി ട്രാപ്പ് ഫാക്ടറി എന്ന BJP ആരെയും സംരക്ഷിക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഡൽഹി അഗ്നിരക്ഷാ മേധാവി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയത് സ്വാഭാവിക നടപടിയെന്ന വിശദീകരണം. കണ്ണൂരിലെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശിനെ വെറുതെ വിട്ടു. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. സൂരജിനെ CPIM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് 2005 ഓഗസ്റ്റ് 7. എറണാകുളം കുറുപ്പംപടി പീഡനത്തിൽ പെൺകുട്ടികളുടെ അമ്മ കസ്റ്റഡിയിൽ. പീഡനത്തെപ്പറ്റി അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അമ്മയ്ക്കെതിരെ പുതിയ കേസെടുക്കും. കേസെടുക്കുക പീഡനം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. താഴേക്കോട് PTA ഹയർ സെക്കൻഡറി സ്കൂളിലെ കത്തിക്കുത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സംഘർഷം സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ തമ്മിൽ.